നമ്മുടെ കുട്ടികൾ പലരും കാനഡയിലും ഒക്കെ പോയിട്ട് ഹയർ സ്റ്റഡീസിൽ പോയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഓപ്ഷൻസ് ഒക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ വൺസ് വെൻ യു ബിക്കം എ ലോയർ, യു ഹാവ് ടു ഹാവ് ആസ് എ ലോ സ്റ്റുഡൻറ് യു ഷുഡ് ഹാവ് സർട്ടൻ സ്കിൽസ്. അത് ആ സ്കിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലിസണിങ് സ്കില്ല്. ഒരു ലോയർ എപ്പോഴും ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ അയാൾ ആരെയാണോ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, ഹെൽപ്പിംഗ് പീപ്പിൾ, ആ ഒരു സർവീസാണ്, സർവീസ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കണം. ഓർ യു ആർ എ സോഷ്യൽ എഞ്ചിനീയർ, ആ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാണ്. സോ ഒരുപാട് സ്കിൽസ് വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ലിസണിങ് സ്കിൽ. നിങ്ങളുടെ അടുത്ത് വരുന്ന ആള് എന്താണോ പറയുന്നത് അത് ക്ഷമയോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും അതിനുള്ള ഒരു സ്കില്ല് വേണം. അപ്പോൾ അത് കൂടാതെ പിന്നെ നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. ഈ അവരുടെ ഗ്രീവൻസ് കേട്ട് കഴിഞ്ഞാൽ ലോയർ ഹാസ് ടു എക്സിക്യൂട്ട് ഇറ്റ്. ആ എക്സിക്യൂഷൻ വരുന്നിടത്താണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിക്വയേഴ്സ് ലാംഗ്വേജ്. അപ്പൊ ഇന്നലെ മുതൽ എല്ലാവരും പറയുന്നത് ഭാഷയുടെ പ്രാധാന്യം. ഇപ്പൊ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷും അറിയണം, മലയാളവും അറിയണം. നമുക്ക് എന്താ പറയാ, വേണ്ട ഭാഷകളൊക്കെ നമ്മൾ നന്നായി അറിയണം, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതെന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ആ കമ്മ്യൂണിക്കേഷൻ ഓറലും ഉണ്ട്, റിട്ടനും ഉണ്ട്. ഓറൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്. യുവർ ഓറട്ടറി സ്കിൽസ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ സ്പീച്ച് കോമ്പറ്റീഷനോ ഡിബേറ്റോ അങ്ങനെയൊന്നും പോയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ കോളേജിൽ വരുമ്പോൾ അങ്ങനെ ഒരു ക്ലബുകളുണ്ട്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതിന്റെ ക്ലബിന്റെ ആൾക്കാർ ഇനി വരുമ്പോൾ ദേ വിൽ ഗിവ് ദ ഡീറ്റെയിൽസ്. കോർട്ട് ക്ലബ്, നമ്മൾ കോർട്ട് റൂം പോലെ തന്നെ ഇന്നലെ പ്രിൻസിപ്പൽ അബൌട്ട് ഇറ്റ്. അതേപോലെ കോടതിയിൽ 2 ഭാഗം വാദിക്കലും ജഡ്ജുമായിട്ടൊക്കെ തന്നെ കുട്ടികൾ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. നമുക്ക് ഇന്റേണൽ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ മൂഡ് ക്ലബ്ബ് വീക്ക്ലി സെമിനാർസ്, അതായത് വീക്ക്ലി ഒരു കേസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വായിച്ചു വന്ന് 2 സൈഡും ആർഗ്യൂ ചെയ്ത് ഡിസ്കസ് ചെയ്യും. അത് കുട്ടികൾ തന്നെ അതിന് ഒരു ഫൈനൽ ഒപ്പീനിയനും തരും. സോ ഓൾ ദീസ് തിങ്സ് വെൻ യു ആർ ഡൂയിങ്, വെൻ യു ആർ എൻഗേജിങ്, നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലെങ്കിലും, സപ്പോസ് ഇംഗ്ലീഷിൽ പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല, ആദ്യം വന്ന് കേൾക്കുക, വായിച്ചിട്ട് വരിക, കേൾക്കുക, ദെൻ യു ഇന്ററാക്ട്, സ്റ്റാർട്ട് ഇന്ററാക്ടിങ്. അത് ആദ്യമൊക്കെ നോക്കി വായിക്കലൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി. ഇപ്പൊ ഇന്ന് രാവിലെ ചോദിച്ചില്ലേ, യു ഹാവ് ടു റീഡ് ടെക്സ്റ്റ് ബുക്സ്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരും. എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മെത്തേഡ്സ്. അഡ്വക്കേറ്റ് ഫിജോ പറഞ്ഞ നല്ലൊരു മെത്തഡോളജിയാണ് യൂസ് എ സ്ക്രാപ്പ് ബുക്ക്. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, വെട്ടി ഒട്ടിക്കുക, എഴുതിയിടുക, അങ്ങനെ. ബിക്കോസ് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്. ഞാനിപ്പോ ഓറട്ടറി സ്കില്ല് പറഞ്ഞു, അത് ആ ഓറട്ടറി സ്കില്ലും പിന്നെ റൈറ്റിംഗ് സ്കില്ലും, ഈ 2 സ്കില്ലാണ് നമുക്ക് ഒരു ലോയർക്ക് എപ്പോഴും വേണ്ടത്. സോ ആസ് എ ലോ സ്റ്റുഡന്റ് അത് നമ്മൾ കൈവശത്താക്കി വെക്കണം. പറയാനുള്ള കഴിവ്, വെറുതെ പറയലല്ല, ഇഫക്റ്റീവായിട്ട് കൺവിൻസിങ് ആയിട്ട് ഒരാൾക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ശരി എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ പറയാനും എഴുതാനും, ഡ്രാഫ്റ്റിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. സോ അതൊക്കെ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡെവലപ്പ് ഓൾ ദീസ് സ്കിൽസ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് യു സ്റ്റാർട്ട് റീഡിങ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ റീഡ് എനിത്തിങ്. അതായത് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും നമുക്ക് വായിക്കാം, ജനറൽ ആയിട്ടും ഒക്കെ. ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു ന്യൂസ് പേപ്പർ, യു റീഡ് ഇറ്റ്, ദെൻ യു ഹാവ് ടു റീഡ് എ നാഷണൽ ഡെയിലി. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ഹിന്ദു പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സ്, അതിന്റെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഹി സെഡ് റീഡ് ദ ഫ്രണ്ട് പേജ് ആൻഡ് ദെൻ ദി എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ എപ്പോഴും ലീഗൽ ഇഷ്യൂസ് ആയിരിക്കും. ഒരു കേസിലോ അല്ലെങ്കിൽ നമ്മുടെ ലീഗലി അല്ലെങ്കിൽ സോഷ്യലി നടക്കുന്ന കാര്യങ്ങളുടെ ഒരു കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. സോ റീഡ് ഇറ്റ്. അതൊന്നും മനസ്സിലാവില്ല, ആ സമ്മൺ ആരോടെങ്കിലും ചോദിക്കുക, വീണ്ടും വായിക്കുക. ആ എഫേർട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ വായനയിൽ നിന്ന്, ഇപ്പൊ ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ആർട്ടിക്കിൾസ് പലതും, മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വരുന്ന സാധനങ്ങൾ ഒക്കെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ സാഹിത്യത്തിൽ കൂടി നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ലോയിലേക്ക് വരുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം, ആർട്ടിക്കിൾസ് ഉണ്ട്, ജേർണൽസിൽ വരുന്ന ആർട്ടിക്കിൾസ്. പിന്നെ ആക്ട്, ലോ പഠിക്കുമ്പോൾ എപ്പോഴും ബെയർ ആക്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലുണ്ടാവും, അതിന്റെ ലാംഗ്വേജ് ഒക്കെ ആദ്യം കാണുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരികയായിരിക്കും. ബട്ട് സ്റ്റിൽ യു റീഡ് ഇറ്റ് 1000 ടൈംസ് ആകുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഇന്റർപ്രിട്ടേഷൻ. ഒരു ലീഡിംഗ് ലോയർ ഒരു പ്രാവശ്യം ഒരു ക്ലയന്റ് വന്നപ്പോൾ ഹി വാസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഗോയിങ് ത്രൂ ദി ആക്ട്.
എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോയറാണ്. സോ ദ ക്ലയന്റ് ആസ് വൈ സർ യു ആർ റീഡിങ്, യു നോ എവറിത്തിങ് പറഞ്ഞു. അപ്പോൾ ദെൻ ദ ലോയർ സെഡ് ഐ നോ സംതിങ്. പക്ഷെ ഇന്നത്തെ കേസ് നിങ്ങളുടെ കേസിനുള്ള ഒരു സാധനം എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനാണ്, എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുമോ എന്ന് അറിയാനാണ് ഐ എം എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു പ്രൊവിഷൻ തന്നെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് വരും. മനസ്സിലായില്ലേ? ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. സോ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ ആ സ്കില്ലിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈസി ആവും, ആ ബോറടി വരില്ല, ആ ത്രെഡ് വരും, ആ ലോയർ ആവണം എന്നുള്ള ആ ഒരു എന്തൂസിയാസം നിങ്ങളിലേക്ക് വരുന്നത് അങ്ങനെയാണ്. സോ അങ്ങനെ പിന്നെ കേസ് ലോസ് വായിക്കാം. അതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട് സ്പീഡായിട്ട് വായിക്കാനുണ്ട്. അപ്പൊ ഇത് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ജനറൽ റീഡിങ് ഇംപ്രൂവ് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക, ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക, ഇംഗ്ലീഷിന്റെ എഡിറ്റോറിയൽ വായിക്കുക. സോ സ്റ്റാർട്ട് വിത്ത് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ റീഡിങ് ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ആകും. അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എഴുതിയാൽ പോലെ ജനറൽ ആയിട്ട് എഴുതൂ. ചുമ്മാ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു എസ്സേ രൂപത്തിൽ എഴുതി നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ജനറൽ റീഡിങ് നോക്കുക. അത് കഴിയുമ്പോൾ ലീഗൽ റൈറ്റിംഗ്, നമുക്ക് ഇവിടെ ഒരു ജേർണൽ ഉണ്ട്, പബ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കുട്ടികളുടെ സഹായം വേണം. നമുക്ക് ലാംഗ്വേജ് ഉള്ള കുട്ടികൾ, എഴുതാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് വേണ്ടത്. സോ ദെൻ നമ്മളിപ്പോ ആ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ആദ്യം ജനറലായിട്ട് എഴുതും, പിന്നെ കുറച്ച് ലോ സബ്ജക്ട്സ് പഠിച്ചു കഴിയുമ്പോൾ കേസുകളൊക്കെ വായിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ശബരിമല ഡിസിഷൻ അല്ലെങ്കിൽ അയോധ്യ കേസ് രാവിലെ ആരോ ചൂണ്ടിക്കാണിച്ചു, വൺ പേഴ്സൺ ഇസ് ഫൈൻഡിങ് ദാറ്റ് ദ കേസ് ഹാസ് എ പ്രോബ്ലം. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാം. ഒരു ജഡ്ജി പറഞ്ഞത് അങ്ങ് അപ്പാടെ ഫൈനൽ ആണെന്ന് വിചാരിച്ച് വിശ്വസിക്കണമെന്നില്ല. ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയാലും ജഡ്ജസ് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇനി അല്ലെങ്കിലും ഒരു ലോയർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തിനും റീസൺ ഔട്ട് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യാം, വെറുതെ പറയലല്ല. ഇന്ന കാരണങ്ങൾ, ലീഗലി ഇന്ന കാരണങ്ങളുണ്ട്, നമുക്ക് ഈ ജഡ്ജ്മെന്റ് ശരിയല്ല എന്ന് തോന്നുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. വെറുതെ എഴുതിയാൽ പോരെ. വലിയ ലീഗൽ സ്കോളേഴ്സ് അങ്ങനെയാണ് കേസ് കമന്റ് എഴുതുന്നത്. ആർട്ടിക്കിൾസ്, സ്മോൾ ആർട്ടിക്കിൾസ് എഴുതാം, വലിയ ആർട്ടിക്കിൾസ് എഴുതാം, ബുക്ക് റിവ്യൂസ് എഴുതാം. ഇതൊക്കെ നമുക്ക് ലോ ജേർണൽസിൽ എഴുതാനുള്ള അവസരം നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കില്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഈ 5 years അല്ലെങ്കിൽ 3 years എന്നത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനാണ് നിങ്ങൾക്ക് പീരിയഡ് കോളേജിലെ ലൈഫ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം യു ഹാവ് ടു അക്വയർ ഓൾ ദീസ് സ്കിൽസ്. അതായത് റൈറ്റിംഗ് സ്കിൽ, ദെൻ ഓറട്ടറി സ്പീക്കിംഗ് സ്കിൽ, ഇവിടെയുള്ള ക്ലബുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ യു വിൽ അറ്റ്ലീസ്റ്റ് ടു എ സർട്ടൺ എക്സ്റ്റെന്റ് നിങ്ങൾക്ക് അത് ഇംബൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു ലോയർക്ക് യു ഷുഡ് നോ സോ മെനി തിങ്സ്. ഒരുപാട് നോളജ് ആവശ്യമുണ്ട്, ഒരുപാട് സ്കിൽ ആവശ്യമുണ്ട് നല്ലൊരു ലോയർ ആവുകയാണെങ്കിൽ. സോ ഇംബൈബ് ഡ്യൂറിങ് ദ എൻറ്റയർ കോഴ്സ്, എന്നിട്ട് അതിനെ നമുക്ക് പ്രാക്ടീസിലേക്ക് വരുത്തുന്നതാണ് ആഫ്റ്റർ ദ കോഴ്സ് വാട്ട് യു ആർ ഡൂയിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയ്യോ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയാതെ യൂസ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ അവൈലബിൾ ഡ്യൂറിങ് ദിസ് എൻറ്റയർ ടൈം പീരീഡ്. നമുക്കിപ്പോൾ ഓൺലൈനാണ്, കുറച്ച് കഴിഞ്ഞ് ഓഫ്ലൈൻ ആവും. ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടെ ലൈബ്രറി ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കിട്ടുന്നത്ര നമ്മൾ പരമാവധി പ്രൊവൈഡ് ചെയ്യും. ബാക്കി റീസണബിൾ ആയിട്ട് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. പിന്നെ ഇതോടൊപ്പം നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പൊ ഇന്ന് രാവിലെ അഡ്വക്കേറ്റ് ഫിജോ പറഞ്ഞ പോലെ നമ്മൾ കോടതി പോയി കണ്ടുപിടിക്കണം എന്നൊക്കെ ഐ തിങ്ക് ഹി സെഡ് അബൌട്ട് ദാറ്റ് അല്ലേ. നമ്മൾ പോയിട്ട് വലിയ ട്രയൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യണം. അതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ഉണ്ട്, കമ്പൽസറി ഇന്റേൺഷിപ്പ് 5 year 20 weeks, 3 year 12 weeks കമ്പൽസറി. അതിന് റെക്കോർഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ആണ് അത് സബ്മിഷനും വൈകിയൊക്കെ വരുന്നത്. അപ്പൊ ആ ഇന്റേൺഷിപ്പിൽ വെറൈറ്റി ആയിട്ട് ചെയ്യും. NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, വോളണ്ടറി ഓർഗനൈസേഷൻ, അവിടെ പോകുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ വർക്കുകൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതിൻ്റെയൊക്കെ ചെയ്യുന്ന NGOs ഉണ്ട്. അവിടെയാണെങ്കിൽ അവരെങ്ങനെ ആക്ച്വൽ ആ ഒരു സ്പോട്ടിൽ പോയി അത് ആ വ്യക്തിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിന് ലീഗലി എന്തൊക്കെ ചെയ്യാം അത് ഒബ്സർവ് ചെയ്യും. അവര് പലതും കണ്ടക്ട് ചെയ്യും, അത് നോക്കാം. പിന്നെ ആക്ച്വൽ കോർട്ട് റൂം അല്ലാതെ കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഹൈക്കോർട്ട് മുതൽ താഴെ താലൂക്കിൽ ലെവലിൽ വരെ. അവരിതുപോലെ ലോകദാലത്ത് അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ്, ലീഗൽ എയ്ഡ് റെൻഡർ ചെയ്യുന്നത്, അത് പോയിട്ട് അവിടെ ഒബ്സർവ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഫേംസിലോ ലോ ഫേംസിലോ എന്ന് വേണ്ട സാധാരണ ഒരു വക്കീൽ ഓഫീസിലോ, പിന്നെ കമ്മീഷനുകൾ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, വിമൻ കമ്മീഷൻ, ഇങ്ങനെയുള്ള ഏതുവിധ സ്ഥാപനത്തിലും ചെയ്യാൻ. അതായത് നിങ്ങൾ BCI ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നിരിക്കുന്ന പ്രകാരം 2 weeks വെച്ച് ഓരോ സെമിസ്റ്റർ അല്ലെങ്കിൽ 4 weeks per year അങ്ങനെയാ ചെയ്യണം എന്നാണ്. അത് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. ചില കുട്ടികൾ അങ്ങനെയല്ല, 2 ആഴ്ച കൂടുതൽ എവിടെയും ചെയ്യില്ല. സോ നിങ്ങൾക്ക് ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഒരു 10 സർട്ടിഫിക്കറ്റും
അത്രയും ആഴ്ച 20 ആഴ്ചയുടെ ഡിഫറെന്റ് എക്സ്പീരിയൻസ്, 10 എക്സ്പീരിയൻസ് ആണ് 10 സ്ഥലത്ത് ചെയ്യുന്നത്. ദാറ്റ്സ് അപ് ടു യു. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണമായിട്ട് ചുരുക്കാം, 4 ആഴ്ച വീതം. അപ്പൊ അങ്ങനെ ഏത് സ്ഥാനത്തിൽ, ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ, what is happening, that you have to observe, that you have to record and then learn from that. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ a very good profession which has no limit actually. അപ്പോൾ അതിലേക്ക് എത്താൻ ഞങ്ങൾക്കൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനേ പറ്റൂ. അതായത് കൂടെ നിൽക്കുക, പ്രൊവൈഡ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പൊ ആ വിചാരിക്കല്, നിങ്ങളുടെ ആ ഒരു ഫോക്കസ് നിങ്ങൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ എൻജോയ്മെന്റിനൊപ്പം ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വായനാശീലം, നമ്മുടെ റൈറ്റിംഗ് സ്കിൽ, ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ആസ് എ ലോയർ യു ക്യാൻ എക്സൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എത്ര പരിമിതികളുള്ളവരായാലും അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഓരോ ആസ്പെക്റ്റും ടീച്ചേഴ്സ് ആയാലും മറ്റ് എക്സ്പേർട്സ് ആയാലും പറയുന്നത് ശ്രദ്ധിക്കുക, അതിൽ വേണ്ടത് എടുക്കുക, എന്നിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ഒരു ജനറൽ ആയിട്ട് ഐ വാണ്ടഡ് ടു സേ സോ മെനി തിങ്സ്, പക്ഷെ പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസ്, ഇനി ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഡോണ്ട് തിങ്ക്. ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, എല്ലാവിധ എൻജോയ്മെന്റും സെലിബ്രേഷൻസും ഉള്ളൊരു കോളേജാണ്. അപ്പോൾ എല്ലാത്തിനും NSS ഉണ്ട്, നാഷണൽ സർവീസ് സ്കീം, അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് സോഷ്യൽ സർവീസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സോ അസോസിയേറ്റ് വിത്ത് എവറിത്തിങ്, ഡു തിങ്സ്. അതിൻ്റെ കൂടെ ഇതെല്ലാം നമ്മളുടെ പോരായ്മകൾ നമ്മൾ റെക്ടിഫൈ ചെയ്യുക. കിൽ ഔട്ട് യുവർ കോംപ്ലക്സസ്, അഡ്വക്കേറ്റ് ഫിജോ സെഡ്. നിങ്ങൾക്ക് അതുപോലെ നമ്മളൊരു കുറവ് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അത് നമ്മളില്ലാതാക്കും. അയ്യോ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല, ഞാനങ്ങ് പുറകോട്ട് മാറുന്നു. നെവർ ഡു ദാറ്റ്. നമ്മുടെ പോരായ്മകളെ നമ്മളത് പരിഹരിക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക, മനസ്സിലാക്കുക, അതിനെ പുറത്ത് കൊണ്ടുവന്ന് തന്നെ അത് പരിഹരിക്കുക. ദെൻ യു ക്യാൻ എക്സൽ. നിങ്ങൾ ഏത് ഫീൽഡിലേക്ക്, ലോയറുടെ ഇതിൽ നിന്ന് മാറി ജോബ് ആയാലും എങ്ങനെയായാലും യു വിൽ ബി ഏബിൾ ടു എക്സൽ. കാരണം ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും ലോ ഗ്രാജുവേറ്റ്സ് ആണ്. അത് ഭരിക്കുന്നവരായാലും എവിടെയായാലും, പല പല ഓഫീസുകളിലായാലും. സോ ഡു ദാറ്റ്. എല്ലാവരും പറയുന്ന നല്ല കാര്യങ്ങളെയൊക്കെ സ്വീകരിച്ച് അതെല്ലാം ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്നില്ല. Now I'll be inviting my colleague ശ്രീമതി പ്രിയങ്ക. പ്രിയങ്കയാണ് ഇവിടുത്തെ IQAC എന്ന് പറഞ്ഞൊരു സെല്ലാണ്, അതിൻ്റെ കോർഡിനേറ്ററാണ്. ആൻഡ് ഷീ വുഡ് സേ മോർ അബൌട്ട് ദറ്റ് IQAC. സാർ കയറുന്നതിന് മുൻപ് ഷീ വിൽ ബി ഏബിൾ ടു, ഐ തിങ്ക്, ബ്രീഫ് അബൌട്ട് ദിസ് IQAC. അതെന്താണെന്ന്, അതിന് നിങ്ങളുടെ റോൾ എന്താണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ഹിയറിംഗ്. ഓക്കെ പ്രിയങ്ക. Okay, miss. Okay, thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you very much, ma'am. Thank you, ma'am. Thank you. Thank you. Priyanka. Okay, good afternoon all. There is some problem with my camera, so I will not be visible. Okay. It's okay. So I'm going to tell you something about NAC and IQAC. NAC means it is National Assessment and Accreditation Council. It is an authority which assures quality in functioning of higher education institutions. Okay, NAC is an authority which is established under the University Grants Commission, that is UGC, in 1994 for assuring quality in the functioning of higher education institutions. So quality in education, that is an institution assuring quality. What will be the quality of an educational institution? Quality of an educational institution can be acquired through the students, the teachers, the management, and all the teaching and non-teaching staffs of that institution.
So everyone is equally responsible for enhancing the quality of an institution. So educational institutions' quality will get enhanced only by the conduct of each and everyone working and studying in that institution. So National Assessment and Accreditation Council, which is called as NAAC, that is an authority monitoring the quality in functioning of a higher education institution. And this NAAC accreditation, the NAAC will give a credit to an institution which is having good quality education, which an institution which is providing or imparting quality education. They will give a credit. മനസ്സിലാവുന്നുണ്ടോ? അതായത് നാക് എന്ന് പറയുന്ന ഒരു അതോറിറ്റി നമ്മൾ UGCയുടെ കീഴിൽ വന്നിട്ടുള്ളതാണ്. അവര് ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ കൂട്ടുക അല്ലെങ്കിൽ ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗ്രേഡ് ചെയ്യുന്നു. ഇപ്പൊ നാക് അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. So every higher educational institutions will be tried for getting accreditation from NAAC. Okay. So അതില് നാക്കിന്റെ കീഴില്, അതായത് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ കീഴില് എവറി ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് an IQAC. IQAC. It means an internal quality assurance cell. Internal quality assurance cell. Our college is also having an IQAC. So it is a cell for collecting the required documents, for collecting the required criteria for acquiring NAAC accreditation. Okay. IQAC എന്ന് പറഞ്ഞിട്ടൊരു സെല്ല് നമ്മളുടെ കോളേജിലും ഉണ്ട്. അതില് IQACയുടെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോളേജിന്റെ ക്വാളിറ്റി കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് നാക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടാണ് IQAC വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് അബൌട്ട് 7 ക്രൈറ്റീരിയ. ഒരു 7 ക്രൈറ്റീരിയ കവർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് 7 ക്രൈറ്റീരിയ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കരിക്കുലർ ആസ്പെക്ട്സിനെ റിഗാർഡ് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇവാലുവേഷൻ. കരിക്കുലർ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈവൻ യുവർ ടൈം ടേബിൾ, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ വരെ നമ്മൾക്കൊരു വാല്യൂബിൾ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടക്കുന്നു ഫോർ 4 days, അല്ലെ, ഫ്രം 28 to 1st October. എ ഷെഡ്യൂൾ ഫോർ ദാറ്റ് ഈസ് എ വാല്യൂബിൾ ഡോക്യുമെന്റ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് IQACയുടെ ഒരു പർപ്പസ്. അതാണ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവുക. ആൻഡ് ദാറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡോക്യുമെന്റഡ്. എവറിത്തിങ്, എവറി മൈന്യൂട്ട് ആക്ടിവിറ്റി ഷുഡ് ബി പ്രോപ്പർലി ഡോക്യുമെന്റഡ്. അപ്പൊ ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞു, it is the responsibility of each and everyone in an educational institution to enhance the quality of our institution. Okay. It is not only the responsibility of teachers alone. Students are having responsibility. Teachers are having responsibility. If there is a management, the management is having a responsibility. If there is a library, the librarians or staffs of that library are having responsibility. Teaching and non-teaching staffs are having responsibility. So you can see that students are one of the major
group who can enhance the quality of our institution. And NAAC will give accreditation or credit only if our quality, if our educational quality is enhanced to meet the present educational facilities, or if we are having educational facilities to meet the situation, and if we are imparting a proper quality education, NAAC will give us accreditation. So it is the responsibility of every one of us to enhance the quality in education. So your part, students in the part ennu parayumbol endana, teachers will give you classes on various law subjects or non-law subjects or other subjects. Legal issues. The legal issues will be taught to you by the teachers. Your responsibility is you have to study well, because the outcome of your studies will be a part of the quality in our educational institution. It will form part of our educational institution, the outcome of your studies. Irrespective of the fact that whether it is an internal assessment or an external assessment. Internal assessments എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് കോളേജിൽ തന്നെ നടത്തുന്ന പരീക്ഷകളോ വൈവ, സെമിനാർ, അസൈൻമെന്റ്, പ്രസന്റേഷൻസ്, അതൊക്കെ ഇന്റേണൽസിൽ വരാം. അങ്ങനെ ഇന്റേണൽ അസസ്മെന്റ്സും എക്സ്റ്റേണൽ എക്സാംസിന്റെ റിസൾട്ടും ഒക്കെ നമ്മളുടെ ക്വാളിറ്റിയെ ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, why you opted, why most of you have opted this college for your LLB education. There may be several reasons, and you should have obviously looked into the profile of our institution, isn't it? So അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യും അല്ലെ, എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു നല്ല കോളേജ് എന്നൊരു പേര് വരുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വളരണമെങ്കിൽ അത് സ്റ്റുഡൻസിന്റെയും കൂടി സ്റ്റുഡൻസിന്റെ വലിയൊരു പ്രാധാന്യം, ഒരു വലിയ സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ് ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ഔട്ട്കം, ദി ഔട്ട്കം ഓഫ് യുവർ സ്റ്റഡീസ്, റിസൾട്ട്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾക്കൊരു അക്രഡിറ്റേഷൻ, ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇവിടെ ക്ലാസ്സിലൊക്കെ വന്ന് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലായിക്കോളും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, യു ഷുഡ് സ്റ്റഡി വെൽ, യു ഷുഡ് ഒബേ ദി codes of conduct of this institution. Okay, so അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടിൽ ഒരു 90% NAAC അല്ലെങ്കിൽ IQAC എന്നുള്ള ഇതിലേക്ക് നിങ്ങളുടെ പാർട്ട്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരു 90% അവിടെ കവേർഡ് ആവും. ഇപ്പോൾ if you are getting good classes, you can say that our classes are all well, going on well, our teachers are good. If you want to say that, you have to, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലാതെ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എന്താണ്, you will miss the important portions which had been taught in that class. Okay, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ you cannot grow and our institution will not grow. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ദാറ്റ് യു ഷുഡ് ബി സ്റ്റുഡിയസ്, യു ഷുഡ് സ്റ്റഡി വെൽ, യു ഷുഡ് ഒബേ ദി കോഡ്സ് ഓഫ് കണ്ടക്ട് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഓൺലി യു ക്യാൻ ഗ്രോ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഓൾസോ ഗ്രോ. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. പഠിക്കാൻ വരുന്നു,
പഠിക്കുക. അതുപോലെ തന്നെ സ്പോർട്സ്, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്കിവിടെ. പഠിത്തം മാത്രമല്ല നാക്കിന്റെ ഒരു ക്രൈറ്റീരിയയിൽ വരുന്നത്. സ്പോർട്സിലുള്ള ഇൻവോൾവ്മെന്റ്, ആർട്സ് ഇൻവോൾവ്മെന്റ് ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അത് ആർട്സ് ആവാം, സ്പോർട്സ് ആവാം. പിന്നെ കരിക്കുലർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മൂഡ് കോർട്സ്, ദർ ആർ മൂഡ് കോർട്സ്. സാർ ഇന്നലെ പറഞ്ഞു, നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ പ്രസന്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. He had presented a PowerPoint in which he had covered almost all the activities which are alive in our institution. Okay, actively going on in our institution. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എല്ലാ തരത്തിലുള്ള കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുക, എല്ലാ കാര്യങ്ങളും കോളേജിന്റെ കോഡ്സ് ഓഫ് കണ്ടക്ട് അനുസരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ കാണാം. ഓക്കെ, സി യു ഓൾ. Good afternoon, sir. Good afternoon. Good afternoon. Good afternoon, sir. Good afternoon. Good afternoon. Am I audible? Am I audible? Yes, yes, sir. Yes. Okay. Okay. Sir, let me welcome you, sir. Thank you. So, dear students, our respected principal, my colleague Priyanka, this afternoon we have with us Honorable Mr. Justice A.K. Jayashankaran Nambiar, who is a sitting judge of the Kerala High Court. We are very fortunate to have sir. A brief introduction. Before elevation as a judge, sir was designated as senior counsel at a very young age. His erudition and deep study of matters before him is recognized by the bar. And he was a senior partner of one of the leading commercial law firms, Messrs. Menon and Pai Associates. His father, Justice K.N. Nair, was also a judge of Kerala High Court. So, sir, out of his pure academic interest, has agreed to spend his valuable time with all of us, especially with the freshers, the 2020 batches of both 5-year and 3-year courses. I welcome you, sir, on behalf of Sri Narayana Law College, Putota. Thank you. Over to you, sir. So good afternoon to all of you. This is the first time I'm actually rendering a speech without seeing anybody, and I'm hoping that there are people behind those screens who are listening here today. When I was called to address all of you today, I'm reminded of a similar function that I had to attend about many years ago, maybe about 20 years ago. I was called to give a talk on career guidance along with about 12 other professionals to the Choice School in sometime in the year 2000 or 2001. I was a young lawyer then, and I was asked to speak on the legal profession, so that it would inspire some of the children in the 11th and 12th standards in Joy School, so that they could, take a decision as to what career they should pursue. Now, I was one among 12 professionals that were chosen for giving this talk on career guidance. And as luck would have it, on my way to the auditorium, I was stuck in a traffic block. And so I ended up walking into the auditorium about 10 minutes late, by which time there were a galaxy of speakers representing the other professions who had already started talking about their respective professions with a view to try and encourage the students to get into their line of business or profession. So when I walked in, there was an architect who was talking about the architect profession, and a lot of students were keenly taking notes, because at that point in time, architects were a very enviable profession and professionals, and most of the students in that
auditorium were either planning to do their engineering entrance and become an architect or an engineer of some other description. After the architect spoke, then came the fashion designer. And there was this lady who was talking about fashion designing, and all the girl students were all obviously very enamored by this talk. And after the fashion designer spoke for about 2 minutes, they all decided to become fashion designers. And so on it went. The doctor was next, and then came the mechanical engineer, civil engineer, and then you had a psychiatrist. And because I had gone there late, and probably as a punishment for that, I was asked to speak last. Now you must remember that in 2000, when I had to speak about a career option in law, it was not probably the best time to try and woo students into the legal profession, because lawyers were not as popular then as they are now. The legal profession itself and law as a career option was thought about only by people who did not get admission in any other profession or professional college. So you can imagine the trouble that I had as I stood up to talk, to try and convince at least a fraction of the people in that room, or the students in that room, to try and take up the profession of law and to take up a professional course in law as their future endeavor. All said and done, I got up, and because we were all allotted only about 5 minutes each, I had to speak for 5 minutes on what is spectacular about the legal profession. And I really was at loss of words, because there's nothing that you can say about the legal profession which was attractive to at least any of the parents who were in that room along with their children. So I struck upon this wonderful idea of talking about what happens when a lawyer in the Supreme Court gets up on a Monday morning to argue as what is called a special leave petition before the Supreme Court. And I told the students there that you've heard all the speakers before me talking about the advantages of taking any of the professional choices that they have laid before you. You've also got some idea of the income that each of them gets out of their profession. Now let me just tell you this. When a lawyer of some standing in the Supreme Court stands up on a Monday morning, when the Supreme Court takes up matters which are called special leave petitions for admission, the admission procedure in the Supreme Court for each special leave petition lasts for only about 2 minutes. Within that 2 minutes, the lawyer has to convince the judge that he has got a case which will get him an admission of that case before the court. Now that's a very Herculean task, because you have to be very crisp, you have to be very precise, and within that 2 minutes you have to convince two people there that you have a case that needs to be considered by the Supreme Court in detail. Now for this 2 minutes, the going rate then for the charges that were charged by the lawyers towards their professional charges was something in the region of 5 to 6 lakhs per appearance, and that per appearance was just appearance for 2 minutes. Now, if a busy lawyer, somebody in the likes of Harish Salve or at that point in time Rohinton Nariman, he was a lawyer then, they would charge something like 5 to 6 lakhs for one SLP admission. And on an average Monday and Friday, which was the dates that were earmarked for SLP admissions, each one of them would get about 6 matters to represent. So you're talking about 6 matters into 2 minutes each, so that's 12 minutes. And in 12 minutes, they would all be making 6 into 6, which is 36 lakhs. And then I said, if there's any other profession in this room, that is represented in this room, where you can make 36 lakhs in 12 minutes, I rest my case. Now, I'm pretty sure that I was able to convert at least 60% of the choices that day. And a lot of students in that room wanted to become lawyers from the next day. Now, what I'm trying to say here is the position today, as I stand before you, is totally different. Today,
the legal profession is totally different from what it was 20 years ago. The choice of law as a career is now a preferred choice other than the last choice that it was about 20 years ago. Now, when I speak of choice, I do not know what prompted your choice, but first and foremost, let me congratulate all of you on your choice of joining or taking up a career in law as your option. From what I gathered from my discussion with the faculty here, you are either joining for a 5-year course or for a 3-year course, both of which will ultimately lead to an LLB degree, a professional degree in law. So, if you're still wondering whether you made the right choice, let me say a few things which probably justify your choice of law as a profession. First and foremost, what do you think that the study of law does to you, and what does it bring out in you, and how does it help you in contemporary society? You must understand that we live in a country which is a republic, and by republic we mean it's a society governed by the rule of law. So wherever there are rights, wherever there are decisions to be taken with regard to the rights of persons, it is ultimately done by a court of law. And that is why we have a rule of law and not a rule of men. So when you are a citizen in a republic, a knowledge of the law becomes a very empowering and a very powerful tool as far as a citizen is concerned. It equips you with the knowledge of what is right and what is wrong, legally, so to speak. It equips you with the fundamentals of the Constitution and the provisions of the Constitution, which is ultimately what they call the parent norm or the basic law that our country has. In today's world, where data Yeah, am I reconnected? Yes, sir. Yes, sir. Now. Okay, because I think I lost my connection, the connection. Okay. So as I was saying, in today's world where data is all powerful, knowledge is equally as powerful, and you will have an abundance of knowledge of the rules that govern society. At the end of your course, you would have had a comprehensive knowledge, hopefully, of the Constitution and its precepts, and therefore, when you're talking about a knowledge in law and legal rules in a society where the governance is by rule of law, you must understand your position as a very powerful person, as a very powerful citizen in society. Secondly, it actually gives you, or it makes you, a more informed and responsible citizen. And you will automatically realize, or you will gradually realize in the 5 years from now, or 3 years from now, that you are able to analyze situations in society and situations that confront you in a rational manner by applying the reasoning skills that you have acquired over your last 3 to 5 years in the law school. And that ability of yours to reason your way through a particular problem that confronts you is something that will mark you. It is something that will distinguish you from the rest of the people who do not have a formal training in law. And that, in turn, earns you the respect of your fellow citizens in society. I must also, and as I started my talk with the example that I gave of the lawyers in the profession and the money that they make, I would also have emphasized today on the economic stability that the profession brings to a person who's studied it. I must think again, though, during the present times, because of the pandemic situation, where we suddenly
woke up to the truth that no profession is recession-proof. We always thought that the lawyer's profession was recession-proof, that it would not be hit by any economic instability or instability, and the pandemic changed all that. For the first time, we noticed that even lawyers were facing financial hardship, which was something that was very new till 2020. But having said that, if you look at the impact that the pandemic has had economically on the populace as a whole, worldwide, you would realize that it is that the legal community has not suffered as much as the other professions on a global scale. Now, the professional challenges and the study of law equips you with these. But what do you do? What as a student who's entering the first year of either the 3-year or the 5-year course, what do you expect? What can you expect in the next 3 years of study or the next 5 years of study? That is important. And I don't mean to scare any of you, because for those of you who have made this choice of entering a law school and made an informed choice in that, I think it will be a very enjoyable exercise in your next 3 to 5 years. What you can expect mainly is a lot of reading. You don't need to be scared of that, because for those of you who are interested in law, you've already obviously come to this course expecting to do a lot of reading. And the reading is not something to be scared of, because the reading is something that equips you with the knowledge and therefore the power that you will ultimately assume when you walk out of the law school and into society. So it is a lot of reading that you will have to do only for the purposes of understanding the concepts of law, understanding the way the law, analyzing the different situations that you will find yourself in your professional thing, and trying to reason out as to the best way forward in the light of the established laws in this country. So reading is something that is inevitable, and a lot of reading is what you can expect in your law course, but you'll be surprised in the next 1 or 2 months after you join the law course of how simple or how easy getting through a lot of this reading material can be. You will very soon master the art of speed reading. You will be able to go through your the law books, the Bare Acts to begin with, the law books or the commentaries that offer some guidance on to what the law is. And also, most importantly, you will be reading a lot of articles. And I hope you will be reading legal articles by scholars who pick up a particular point or a particular aspect of the law and devote considerable time and attention to expanding and to go deeply into the subject to try and get a better understanding of the concepts that they are dealing with. So when you start reading, your thirst for that knowledge will ensure that you start reading at a fast pace. And this is, although you may doubt yourself at this point in time as to whether you can possibly read so much, you will soon realize in the next 2 to 3 months or maximum 6 months that this is a possibility and this is also easy. So do not worry if in the first week of your law course you get your reading list, which runs into about 3 or 4 pages, and you think that, oh, maybe this was a bad choice after all. It is not going to be a bad choice. You will recover from that shock. Secondly, and most importantly, what you must have is patience. You need to have the patience, as an Englishman would say, you need to have the patience of an ass. So just as a donkey has the patience to weather all the insults that it gets from its master, you have to have the patience that will help you weather all the onslaughts from both the teaching faculty as also from the non-teaching faculty. You need to have a lot of patience, and that patience is something that will hold you in good stead throughout your career in law, whether you're a lawyer or whether you're a judge or simply a jurist of some repute. So you may find the patience comes handy as a student when you start going through your
law courses and the law subjects, because do not be surprised if you do not understand holistically a particular subject which you are introduced to in law school. For example, in the first year of a 3-year course, you would probably start learning the core subjects like administrative law or constitutional law, and God forbid it starts with jurisprudence, because then it's going to be a nightmare for most of you, or at least most people think it is a nightmare. But the difficulty that you face when you learn the first topic is because you are being introduced to a subject of which you have no prior experience in learning. These subjects in law presume that you have a background in something else, reasoning skills, analytical studies, etc. So do not be put off by the fact that you're not understanding the concepts in any particular topic that is introduced to you when you get into law school. Law school has a way of teaching its students the concepts of law. It takes time. It takes effort, and as I said earlier, it takes a lot of patience for the student. You go through the first subject, you may or may not understand it thoroughly. Leave it. You get on to the second subject which is introduced, you will learn new concepts. Pick up what you can, move on, go to the third subject. You will find that it is only by the end of your curriculum, it's only by the end of your 3 terms or 3 years, and when you've mastered or when you've learned a little bit of all the subjects, that you will get a holistic understanding of what the central principles of each subject is. So do not be disturbed by the fact that you have got only a rudimentary knowledge to begin with. By the time you're through your law college, you will understand that you have a more or less complete or a holistic knowledge of the subject as such. And as I said earlier, it requires a lot of reading. So the more you read in any particular subject, in the backdrop of what you have learned subsequently, you will get a better idea of the particular subject that you found difficult to begin with. Towards the end, it will appear to be easy. Equally important when you start your course, and I was talking about jurisprudence. Jurisprudence is a subject, and I say horror stories about jurisprudence because every law student I know who enters a law school has heard it from somebody before him that jurisprudence is the toughest course in the law school. It is not. Believe me when I say, once you have an understanding of philosophy, once you have a bent of mind to ask the question why, and if you want to analyze any particular provision, if you want a good training in analytical analysis of law, then you need to study jurisprudence. Jurisprudence is nothing but philosophy of law. And a philosophy of any subject is informative, is empowering, brings to you a complete holistic knowledge of the subject. Now, the broad distinction between jurisprudence and other topics, your professors will tell you, is one is wholly theoretical, the other is more practical. Jurisprudence deals with legal theory, and legal theory is not something that you can brush aside. When you talk about problem solving, and problem solving is what you will be learning through this study of the other subjects like contract tort, property laws, and laws, etc. Those laws will give you an idea of what the legislature or what the laws in this country say, or what are the rules that govern transactions in those particular areas. But if you want to understand what law as a concept is, you need to hark back to jurisprudence, philosophies, the various theories of laws that have been propounded right from the earliest times, starting from John Austin's command theory, utilitarian theory. You have a lot of them. You have various categories of philosophers. You have different schools of thought, and each one of them is important because of the ideas that it gives. You can't brush aside anything. And a comparative analysis of the various theories will equip you with a sound theoretical background, a theoretical foundation with which you can approach the problem-solving skills that are taught to you in the other courses. And lastly, as a student, you must realize that the more knowledge that you get about law, sadly, makes it more difficult for you to give an opinion in law, because you will learn
quite a bit. And then a lot of knowledge in one person is a troublesome thing, because then you do not know, because you start thinking more about a problem, you can't find a solution to it. It is something like the Kalari Gurukul who had to discipline his son. His son was very boisterous, and he came back from school having failed his exam. And the Gurukul wanted to hit his son out of sheer disgust that the boy didn't study anything. But then began the problem for the Gurukul, because he was an exponent, he was a master of marma. Like, he didn't know where to hit his son, because God forbid he hits a marma. So, because the Gurukul knew everywhere where the marma was, he could not hit his son, and so he could not discipline the son. So this is the same dilemma that you will face as a lawyer. When you master all the subjects and a problem comes, you do not know what opinion to give, because when you give when you look at it from one angle, you may be offending another angle. So you need to give a comprehensive opinion dealing with all aspects, and this becomes troublesome. But that's the whole charm about law, because no two minds think alike, and that is the variety that we find even in court. When you go into court, there is never a legal question which has only one answer. And you must keep that in mind. There is no one answer. Just as in philosophy, there is no one answer. And in philosophy papers, as in jurisprudence, you are never given a mark, or you are never graded based on the answer that you give. You are always graded based on the method of thinking that you follow in reaching that answer. The question is, or what the teachers will look at, is how you reach that particular conclusion or inference that you draw in a theory paper. There is no right theory in law. How you think and how you build up your inference is what matters. So, in law also, when you come to court, otherwise, if there was only one right answer in law, we don't need many courts. We just need one court. And that court has to give the correct answer. How is it that when a litigant approaches the court, at the trial court he gets one verdict, in the high court it gets reversed, and the Supreme Court reverses the high court? So, this whole feature of law is what makes it so attractive and ensures that there is no monopoly of wisdom in any one generation. And that is important. And that is important for you to know when you study the law. Right? So, if this is what you can expect as a student, then what happens after that? Now, in your 3 years and 5 years, or 5 years as the case may be, you finish your law course. What happens when you come out? You enter into the professional life. And this is a continuation of your student days. So, this is one profession where I always tell the junior associates who come to the court. It used to be dozens, now it is in droves. And you have one enrollment bringing in about 800, 900 candidates on one day in Kerala alone. So, you always remain a student of law. You never don't be misguided by the degree that you get. You may call yourself a bachelor of law, you may call yourself a master of law, you may call yourself a doctor in law. These are all fanciful names given to the person who spent hours of his life learning the law or in pursuit of law. But despite all the degrees that he has under his belt, he remains a student of law till the bitter end. So you will have to be a student of law. And it is good to remain a student of law, because it always keeps your mind open to new problems. It opens your mind for further research. You always have the humility to understand that your knowledge is just not enough, that your knowledge is not complete. And as long as you have that humility in the profession, you will not face any adversary worth your mettle in the profession, because you will never see him as somebody below you. You will never have that edge of superiority or that air of superiority over somebody who comes to you. You will always learn to accept, because you are also in the learning process. Anything said by a person about a particular subject is important for you to assimilate, for you to understand, and then maybe accept or reject based on you, based on your choice and based on your experience. So you will always remain a student of law no matter what. Your ability to question
you never take anything for granted in the legal profession. If there is a proposition of law laid down by the Supreme Court, even laid down by the Supreme Court, you need not accept it as final and if it does not answer to your conscience. You will be bound by it when you argue your cases. You have no option. It goes by the law of precedence. There is and the Supreme Court, you must understand, as Justice Krishna Iyer once delightfully put it, the Supreme Court is supreme not because it is correct, it is supreme because it is final. It is the final court of appeal, and therefore there is no other court to upset a ruling of the Supreme Court. So we are stuck with that Supreme Court judgment for the time being. In later years, maybe another generation may come across, may come to the Supreme Court, which will doubt the correctness of the earlier judgment of the Supreme Court and reverse it. But till that time, we are bound by this judgment. But that need not trouble your conscience as a lawyer, because as a lawyer, as a professional lawyer, you are actually representing a client. And your representation is only to the extent of ensuring that he gets the best result based on the law that is then in force. And the Supreme Court decision, although it may be against your conscience, is the law of the land on that day. And therefore, you have not promised your client your services more than what is already laid down as the law of the land. More importantly, in today's world, the challenge that you will face in the profession comes from a very unlikely source, and that is technology. Today's profession, and I'm sure all of you have been seeing more of this during the pandemic period, our courts have not been functioning in the way they normally function. We have courts sitting in through video conferencing. I have not personally gone to court for the last 6 months. I've been sitting from home, and I'm holding court through video conference, and I have been doing so for the last 6 months. Now, not in my wildest dreams did I imagine that I would be working from home when I swore in as a judge about 7 years ago. Today, the sad state is that I'm actually sitting at home, and I listen to cases through the video conferencing. There are people on the other side of the screen who are, joining the video conferencing from places as diverse as car parks to hospital rooms to the corridors of the court. So this is an entirely new experience. And apart from all this, the challenges as far as the lawyer is concerned comes from a new field of technology that is coming in, which is artificial intelligence. Now, you must understand that a traditional lawyer, when he passed out of law college, would first join the chambers of a senior, where he would be entrusted with the task of research. The senior and appearances to court would be for the limited purposes of getting an adjournment from a particular court or from a judge. The initial years as a junior would be spent mostly in assisting the senior in preparing his case, in doing research work for the senior. Now, after the advent of softwares that actually contain the entire data on a CD or a pen drive, the research has been taken to a different level altogether, so that it is made very simplistic for even the senior to get a decision which he's looking for. It's all at the fingertip of the senior itself. We have now gone to a next stage where you have algorithms which now which will give the senior the judgments which the algorithm thinks will appeal to the judge, a particular judge who is going to decide the case the next day. So the algorithms that we have today go through the database of cases that are available. They compare it with the judgments that have been already rendered by the judge who is going to hear the case the next day. There is a prediction with regard to the thinking that will influence the judge the next day. And case laws are picked up from the database which will appeal to the particular thinking process of the judge who is going to hear the case the next day. This is the level of technology that we are faced with today. What I want you to remember is, by the time you finish your law course, which is 3 years from now or 5 years from now, what do you think the state of the profession is going to be?
And you need to equip yourself with those fields of knowledge which will be relevant during that time when you graduate. And you also need to understand that your fight today for success or for survival is not with your associate who may be studying law with you today. Tomorrow's world, you need to find qualities. You need to embrace traits. You need to hone skills. You need to find talents that will distinguish you and make you a better person than a computer. So you need to master those fields which the computer can never replicate. And what are those? The things that come to mind are maybe emotional aspects. No computer in the world is going to replicate human emotion. So maybe you will have to pitch yourself as a person who can understand emotionally the content of a right, the character of a right, and those that will appeal to another emotionally charged person who is the judge who is sitting in court. Because every other aspect of the legal profession, whether you call it conveyancing, whether you call it drafting, transactions, everything has already been taken over by machines. Today you are talking about smart contracts. Most of you have already learned about smart contracts. Smart contracts are basically self-executing contracts where parties don't go to court. The computer decides what is to be paid, when it is to be paid, and even without making the payment, the money is already automatically transferred to the other person from an escrow account which is maintained. So this is the level of technology that has taken over our profession, and it is bound to go further in the next couple of years. For those of you who want to be scared or who like horror, you can read a book by a person called Richard Susskind. That's Richard Susskind, and the book is called Tomorrow's Lawyers. And the author basically predicts what would be the face of the legal profession in the next 6 years. And if you read it, it is a very troublesome picture that he portrays. And the more horrifying thing is that we have already seen many of those things that he portrays will happen in the future happen much earlier. So prepare yourself for the challenges that come from the profession. I think I've scared you all enough for a day. I don't mean to scare you at all. Why I said all this was so that I would be able to charge you. I would be able to give you the kind of encouragement and give you the kind of challenges so that you will be prepared for it. And I'm sure you will all involve yourself wholeheartedly in the study of law. Let me tell you finally that at the end of it, it is a very, very enjoyable study. And for those of you who really enjoy it during law school, you will soon find that you have a passion for the subject. And once you get to that stage, there's no turning back. No matter what happens, no matter what recession, no matter what advances in artificial intelligence, nothing is going to take you away from the law, and nothing is going to make you a better person, a lesser person than a computer or any of your adversaries. So, with that, let me wish you all the very best, and hope that you all have a rewarding experience in the study and pursuit of law, as I have. And if each of you pursues the law course with the energy, enthusiasm, and the passion that I expect all of you to have, I'm sure you will have nothing to regret. Thank you. Thank you for the patient hearing. Thank you, sir. Thank you, sir. Thank you. Thank you, sir. 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 Hello.
Yes, yes. I think someone has left. Yes, left eyes. Okay, so Left eye. Okay. that was a very nice session, and I think we can wind up today, le Priyanka. Raghunath sir poyo. Sir, Sir, wind up yet? Yes, we can wind up. So today the session is ending, and then tomorrow we start by 10 o'clock, and we'll send the link. Tomorrow morning one link, and then afternoon another link. So kindly join at 10 o'clock. Thank you all. Thank you, ma'am. 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 thank you. Thank you. Thank